ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് CP+ൻ്റെ E24A എന്ന് പറയുന്ന ഒരു വൈഫൈ ക്യാമറയാണ് നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇത് ബൈ ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മളെ ക്യാമറ കിട്ടുന്നത്. പാക്കേജിങ് നല്ലൊരു പാക്കേജിങ് ആയിരുന്നു. ബോക്സിൻ്റെ വെളിയിൽ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് 2 ബോക്സസാണ് കിട്ടുന്നത്. അതിൽ ചെറിയ ബോക്സിൽ ചാർജിങ് കേബിളും മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂവും അതുപോലെ അഡാപ്റ്ററുമാണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ്. അടുത്തതായിട്ട് നമുക്ക് യൂസർ മാനുവലാണ് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് കിട്ടുന്നത്. ഈ ആപ്പ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ടാണ് നമ്മളെ ക്യാമറയുടെ ബാക്കിൽ റീസെറ്റ് ബട്ടണും ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇത് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കോളിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്ററും അതുപോലെ തന്നെ ടൈപ്പ് സി കേബിളുമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ട്. താഴെയായിട്ട് ഒരു ഈ പോർഷൻ കാണും. നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് വാളിൽ മൗണ്ട് ചെയ്തിട്ട് ഈ ക്യാമറ ഇതുപോലെ മൗണ്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലാണ് സ്പീക്കർ വരുന്നത്. ടൈപ്പ് സി പോർട്ട്, റീസെറ്റ് ബട്ടണാണ് വരുന്നത്. അപ്പോൾ 2 മെഗാ പിക്സലിൻ്റെ ഫുൾ HD ക്യാമറയാണ്. താഴെയാണ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട്. അതുകൊണ്ട് ആരും മൈക്രോ SD കാർഡ് എടുത്തുകൊണ്ട് പോകുമെന്നുള്ള പേടി വേണ്ട. ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അക്കൗണ്ട് കൊടുത്ത് സൈനപ്പ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഇതിൽ ക്ലൗഡിൻ്റെ ഓപ്ഷനും ഉണ്ട്. കണക്ട് ചെയ്യാൻ ഒരേ വൈഫൈ തന്നെ വേണം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ വോയിസ് പ്രോംപ്റ്റ് കേൾക്കും. എന്നിട്ട് 360 കറങ്ങും. നീല കളർ ബൾബും കത്തുന്നതാണ്. ആപ്പിൽ നിന്ന് നമ്മളെ ക്യാമറ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഓപ്ഷൻ. അപ്പോൾ ബാക്കി വരുന്ന ഓപ്ഷൻസ് എല്ലാം അലോ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. വീട്ടിൻ്റെ വൈഫൈയും കൊടുക്കാണ്ടാണ്. അടുത്ത് വരുന്ന QR കോഡ് നമ്മൾ ക്യാമറയായിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വോയിസ് കേൾക്കും. അതിനുശേഷം ഐ ഹിയർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം സെർച്ചിങ് ആവും. അതിനുശേഷം നമ്മളെ ക്യാമറ വരുന്നതായിരിക്കും. ഡണ്ണ് കൊടുത്താൽ നമുക്ക് ക്യാമറ ലൈവായിട്ട് എവിടെയൊന്ന് വേണോ കാണാൻ പറ്റും. താഴെയായിട്ട് ഫുൾ സ്ക്രീനിൻ്റെയും പിന്നെ സ്ക്രീൻഷോട്ടിൻ്റെയും ബട്ടൺ കാണാൻ പറ്റും. ഇത് ഗാലറിയിൽ സേവ് ആവുന്നതാണ്. അടുത്തതാണ് മൈക്കിൻ്റെ ഓപ്ഷൻ. ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സംസാരിക്കുന്നതാണ്. 2-വേ കമ്മ്യൂണിക്കേഷൻ നമുക്കിതിലുണ്ട്. അടുത്ത് റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിരവധി ഫീച്ചേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജോയ്സ്റ്റിക്ക് വെച്ച് നമുക്ക് 360 ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഏത് ദിശയിൽ വേണോ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നൈറ്റ് വിഷനും ഉണ്ട്. അപ്പോൾ കണ്ടില്ല ഗൈസ്, ഇതിൽ സൂമിങ്ങിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ HDയിലാണ് കിടക്കുന്നത്. നമുക്ക് SDയിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫിക്സഡ് സൈറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാനും ഇതിൽ പറ്റും. ഇതിൽ ക്ലൗഡും നമുക്ക് ആക്ടിവേറ്റ് ചെയ്താൽ ക്ലൗഡിൽ സ്റ്റോർ ആവുന്നതാണ്. ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് സെറ്റിങ്സിൽ പോയാൽ കാണാൻ പറ്റും. സൗണ്ട് ഡിറ്റക്ഷനും അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷനും ഉണ്ട്. ഇത് നമുക്ക് ആപ്പിൽ തന്നെ അലോ ചെയ്യാനും ഡിസലോ ചെയ്യാനും പറ്റുന്നതാണ്. അലക്സ സപ്പോർട്ടുള്ള ഒരു ക്യാമറയാണിത്. മോഷൻ ട്രാക്കിംഗ് എനേബിൾ ചെയ്താൽ നമ്മളൊരാൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് അതിനെ ട്രാക്ക് ചെയ്ത് ഈ ക്യാമറ ഓട്ടോമാറ്റിക്കായി മൂവ് ആവുന്നതാണ്. എന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മളെ മൊബൈലിൽ അയച്ചു തരുന്നതാണിത്. ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ക്യാമറ തരുന്നത്. ഇതിൽ മോഷൻ ഡിറ്റക്ഷനുമുണ്ട്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തരും ഫോട്ടോ എടുത്തിട്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിറ്റക്ഷനും ഉണ്ട്. അടുത്ത ഫീച്ചറാണ് സൈറൻ്റെ ഫീച്ചർ. അപ്പോൾ സൈറൻ്റെ ഫീച്ചർ അയച്ചാൽ ഇതുപോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. അടുത്തൊരു ഫീച്ചറാണ് ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഫോണിൽ കോൾ വരും. ഇത് നമുക്ക് 2-വേ ആയിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്ക് AI വെച്ച് വോയിസും മാറ്റാവുന്നതാണ്. അടുത്ത ഫീച്ചറാണ് ഓഡിയബിൾ അലാറം. അപ്പോൾ നമ്മൾ ക്യാമറ ഓഫും ഓണും ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ. കണ്ടില്ല ഗൈസ്, ഇതാണ് ഇപ്പോൾ മോഷൻ ട്രാക്ക് ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്. 2 MB ഫുൾ HD വിഷ്വൽസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നൈറ്റ് വിഷനും ഉണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ബൈ ലിങ്ക് അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, മറ്റൊരു കിളിയം വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.